ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കൊണ്ട് മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഓൺലൈൻ ക്ലാസ്സസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ്സസും ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് എൻക്വയറീസ് എനിക്ക് വിളിച്ച് വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാഡം, ഇങ്ങനെ CPC എക്സാം എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു എക്സാം ആണെന്ന് പറഞ്ഞു കേട്ടു. എനിക്ക് മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ CPC എക്സാം എന്ന് പറയുന്നത് 3 തവണയും 4 തവണയൊക്കെ എഴുതിയിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് അറിയുന്നത്. അപ്പം എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഒരു പേടി പോലെ എന്ന് കുറച്ച് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനുള്ള ഒരു ആൻസറായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ CPC എക്സാമിനെ പേടിച്ചിട്ട് മാത്രം ഒരു മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഫീൽഡിലേക്ക് വരാതിരിക്കുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. നമുക്കറിയാം, CPC എന്ന് പറയുന്നത് സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ എന്ന് പറഞ്ഞ എക്സാമാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് APC ആണ്. അതായത് അമേരിക്കൻ അതോറിറ്റി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കൊണ്ട് തന്നെ നടത്തുന്ന ഒരു എക്സാമാണ് CPC. അപ്പം CPC എക്സാമിന് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിൻ്റേതായ ഒരു ലെവലുണ്ട് അല്ലേ. അപ്പം ഈ ഒരു എക്സാം നമുക്ക് ടഫ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ആ എക്സാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് ആ എക്സാം നമുക്ക് പാസ്സാവുന്നത്, ഈ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ പോയിരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് CPC എന്നുള്ളത് ഒരു ബാലികേറാമലയായിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ CPC 1, 2, 3 തവണ എഴുതിയിട്ട് ഫെയിലിയർ ആവുന്നത്. മെഡിക്കൽ കോഡിങ്ങിലത്തെ തന്നെ ഓരോരോ സെക്ഷൻസിൻ്റെ അണ്ടറിൽ വരുന്ന റൂൾസും റെഗുലേഷൻസും ബേസ് ചെയ്തിട്ടാണ് CPC എന്ന് പറഞ്ഞ എക്സാം വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ റൂൾസ്, എന്തൊക്കെയാണ് ആ റൂൾസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ CPC എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. തീർച്ചയായിട്ടും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഹാർഡ് വർക്കും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും, രണ്ടാമതായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ സിമ്പിളായിട്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ആകുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് മെഡിക്കൽ കോഡിംഗ് സെക്ഷനിൽ കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് CPC എക്സാമിനെ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് CPC നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ 1, 2 പേർ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങോ കിട്ടാതെ CPCയെ സമീപിച്ചിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കാം CPCയിൽ 2, 3 തവണ ഫെയിലിയർ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് CPC എക്സാം അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഫീൽഡ് തന്നെ വളരെ ടഫാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾക്ക് മെഡിക്കൽ കോഡിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും APC അക്രഡിറ്റഡ് ആയിട്ടുള്ള APC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ പോവാം. നല്ല ഒരു ട്രെയിനിങ് അവിടെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ CPC ക്ലിയർ ചെയ്യാനുമായിട്ട് പറ്റും. ഇത് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ആരും പറഞ്ഞു തന്നതൊന്നുമല്ല, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എന്നുമാണ്. CPC എന്ന് പറയുന്നത് വലിയൊരു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരെക്കൊണ്ടും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു എക്സാം അല്ല, ടഫല്ല, വളരെ സിമ്പിളായിട്ട് പറ്റുന്നൊരു എക്സാമാണ്. വെറും 3 മാസത്തെ ഒരു പ്രിപ്പറേഷൻ, 3 മാസത്തെ കോഴ്സ് കംപ്ലീഷൻ ആയിട്ട് 3 മാസമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. അതിൽ തന്നെ ലാസ്റ്റ് 1 മന്ത് നമ്മുടെ എക്സാം പ്രിപ്പറേഷനാണ്. അപ്പോൾ ആ ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത്സ് നമ്മൾ പ്രോപ്പറായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നല്ലൊരു ജോബും നേടാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ കോഡിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ശരണ്യ.